വയനാട് ടൗൺഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അഡ്വാൻസ് പേയ്മെന്റ് ഗ്യാരണ്ടി വ്യവസ്ഥ ഒഴിവാക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. വയനാട് ടൗൺഷിപ്പ് പ്രോജക്റ്റ് സ്പെഷ്യൽ ഓഫീസർ നൽകിയ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് ഇളവ്. വിവരങ്ങളുമായി കമലേഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, ഇതടക്കം നിരവധി തീരുമാനങ്ങൾ ഇന്ന് മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ടല്ലോ. എന്താണ് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ? സിജു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വയനാട് ടൗൺഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. അതോടൊപ്പം ഈ ESG നയം സംസ്ഥാനത്ത് അതിന് അംഗീകാരം നൽകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളുണ്ട്. ഇതിൽ ഈ വയനാട് ടൗൺഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വയനാട് ടൗൺഷിപ്പ് പദ്ധതിയുടെ അതിന്റെ അഡ്വാൻസ് പേയ്മെന്റ് ഗ്യാരണ്ടി വ്യവസ്ഥ ഒഴിവാക്കാൻ തീരുമാനിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മന്ത്രിസഭാ യോഗ തീരുമാനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിന് വയനാട് ടൗൺഷിപ്പ് പ്രോജക്ട് സ്പെഷ്യൽ ഓഫീസർ നൽകിയ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ഇളവ് അനുവദിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം ഈ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽ ഉള്ള കേന്ദ്രീയ വിദ്യാലയം ആരംഭിക്കുന്നതിനുള്ള 30 വർഷത്തേക്ക് സർക്കാർ പാട്ടത്തിന് നൽകിയ വസ്തുവിന്റെ പാട്ടക്കരാർ രജിസ്റ്റർ ചെയ്യുന്നതിനാവശ്യമായ ചില കാര്യങ്ങളുണ്ട്. അതായത് മുദ്രവില, രജിസ്ട്രേഷൻ ഫീസ് എന്നിവ ഇങ്ങനെയുള്ള ചില ഇളവുകൾ കൂടി നൽകുന്ന ഒരു തീരുമാനമുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും ഈ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമായി ഇപ്പോൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് വയനാട് ടൗൺഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അഡ്വാൻസ് പേയ്മെന്റ് ഗ്യാരണ്ടി വ്യവസ്ഥ ഒഴിവാക്കാനുള്ള തീരുമാനം തന്നെയാണ്. ശരി, കമലേഷ് തെക്കേക്കാടാണ് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചത്.